ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവായ ദൈവം നിങ്ങളെ വെറുക്കുന്നവരുടെ കയ്യിൽ നിന്നും നിങ്ങളെ രക്ഷിക്കും. ഇന്ന് രാത്രിയിൽ നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ കൂടി കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും. അവിടുന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങളെ സാധിച്ചു തരും. ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി, ആരോഗ്യപരമായ ഉറക്കം നൽകി നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങൾക്ക് കർത്താവ് സൗഖ്യവും വിടുതലും നൽകും. നിങ്ങളുടെ ശരീരത്തിൻ്റെ തല മുതൽ പാദം വരെയുള്ള ഓരോ അവയവങ്ങളും കർത്താവ് ഈ രാത്രിയിൽ ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ സ്പർശിച്ച് നിന്നെ സുഖപ്പെടുത്തും. അതിനാൽ പരമപരിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിച്ച് ദൈവസന്നിധിയിൽ മാപ്പപേക്ഷിച്ച് ഈ രാത്രിയിൽ നമുക്ക് ഉറങ്ങാൻ കിടക്കാം. കർത്താവായ ദൈവത്തിൻ്റെ പ്രത്യേക സൗഖ്യവും സംരക്ഷണവും ഈ രാത്രിയിൽ നിങ്ങൾക്ക് പ്രത്യേകമായി അനുഭവപ്പെട്ടിരിക്കും. ഹൃദയവിശുദ്ധിയോടെ ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നാളത്തെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ഓർത്ത് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 68 മുതൽ 75 വരെയുള്ള വാക്യങ്ങൾ. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ. അവിടുന്ന് തൻ്റെ ജനത്തെ സന്ദർശിച്ച് രക്ഷിച്ചു. തൻ്റെ ദാസനായ ദാവീദിൻ്റെ ഭവനത്തിൽ നമുക്ക് ശക്തനായ ഒരു രക്ഷകനെ ഉയർത്തി. ആദ്യം മുതൽ തൻ്റെ വിശുദ്ധന്മാരായ പ്രവാചകന്മാരുടെ അധരങ്ങളിലൂടെ അവിടുന്ന് അരുളി ചെയ്തതുപോലെ ശത്രുക്കളിൽ നിന്നും നമ്മെ വെറുക്കുന്നവരുടെ കയ്യിൽ നിന്നും നമ്മെ രക്ഷിക്കാനും നമ്മുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത കാരുണ്യം നിവർത്തിക്കാനും നമ്മുടെ പിതാവായ അബ്രഹാത്തോട് ചെയ്ത അവിടുത്തെ വിശുദ്ധമായ ഉടമ്പടി അനുസ്മരിക്കാനും ശത്രുക്കളുടെ കൈകളിൽ നിന്ന് വിമോചിതരായി നിർഭയം പരിശുദ്ധിയിലും നീതിയിലും എപ്പോഴും അവിടുത്തെ മുൻപിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ട അനുഗ്രഹം നമുക്ക് നൽകാനുമായിട്ടാണ് ഇത്. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ രാത്രിയിൽ ശത്രുകരങ്ങളിൽ നിന്നും ഞങ്ങളെ വെറുക്കുന്നവരുടെ കയ്യിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ഞങ്ങൾ ഓരോരുത്തർക്കു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് പകൽക്കാലം മുഴുവനും നിന്റെ കൃപാകടാക്ഷങ്ങൾ ഞങ്ങളിലേക്ക് തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ചെയ്തു പോയ തെറ്റുകൾക്ക്, കുറവുകൾക്ക്, ബലഹീനതകൾക്ക് കർത്താവേ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. വിശ്വസ്തനായ ദൈവമേ, നിന്റെ സന്നിധിയിൽ അവിശ്വസ്തത കാണിച്ച ഓരോ മുഹൂർത്തത്തെയും ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, നിന്റെ സന്നിധിയിൽ നിന്നും അകന്നുപോയ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ മാപ്പ് പറയുന്നു. ഞങ്ങൾ ഭയത്തിന് അടിമപ്പെട്ട സമയത്തെ ഓർത്ത് മാപ്പ് പറയുന്നു. എന്തെന്നാൽ നിന്റെ പരിശുദ്ധ സാന്നിധ്യത്തിൽ വിശ്വസിക്കാത്തത് കൊണ്ട് ഞങ്ങളെ ഇന്ന് ഭയം കീഴ്പ്പെടുത്തി. കർത്താവേ, ഈ രാത്രിയിൽ സകല ഭയങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നിന്റെ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ശത്രുക്കളുടെ കൈകളിൽ നിന്ന് എന്നേക്കുമായി ഞങ്ങൾക്ക് മോചനം നൽകണമേ. നിർഭയം നിന്റെ സന്നിധിയിൽ ജീവിക്കുവാൻ കർത്താവേ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. പരിശുദ്ധ പരമ ദൈവമേ, നീതിയിലും പരിശുദ്ധിയിലും നിന്റെ മുൻപിൽ ശുശ്രൂഷകൾ ചെയ്യുന്നതിന് എപ്പോഴും ഞങ്ങളെ നീ ഇടയാക്കണമേ. നിന്റെ പരിശുദ്ധ ആത്മാവിനാൽ ഞങ്ങളെ ഈ രാത്രിയിൽ അഭിഷേകം ചെയ്യണമേ. കർത്താവേ, നീ വാഴ്ത്തപ്പെട്ടവനാണ്. നീ അത്യുന്നതനായ ദൈവമാണ്. നീ പരമപരിശുദ്ധനാണ്. സമസ്ത സൃഷ്ടികളെയും സൃഷ്ടിച്ച കർത്താവേ, നിന്നിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. നീ അത്ഭുതങ്ങളുടെ ദൈവമാണ്. നീ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സൗഖ്യം നൽകിയ ദൈവമാണ്. പാപങ്ങൾ ക്ഷമിക്കാൻ കഴിവുള്ള
ദൈവം കർത്താവേ നീ മാത്രമാണ് ഉള്ളത്. ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ, നീയാണ് അത്യുന്നതനായ മഹോന്നതനായ ദൈവം. ഈ രാത്രിയിൽ ഈ പ്രാർത്ഥനയിലൂടെ നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ വ്യാപരിക്കുമ്പോൾ ദൈവമേ, നിന്റെ സ്വഭാവത്തിൻ്റെ ഒരംശം ഞങ്ങളിലേക്കും നൽകണമേ. നിന്റെ കാരുണ്യത്തിൻ്റെ സ്വഭാവം ഞങ്ങൾക്ക് നൽകണമേ. നിന്റെ സ്നേഹം ഞങ്ങൾക്ക് നൽകണമേ. നിന്റെ സന്തോഷം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്ക് കുറവുള്ള എല്ലാ കാര്യങ്ങളും ഈ രാത്രിയിൽ ആത്മീയമായി ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ സമർപ്പിക്കുന്നു, ഭൗതിക ജീവിതത്തെ സമർപ്പിക്കുന്നു. കർത്താവേ, ഓരോ ദിനവും രാത്രിയും ഭൗതിക കാര്യങ്ങൾക്കായി ഞങ്ങൾ നെട്ടോട്ടമോടുമ്പോൾ ഏറ്റവും പ്രധാനമായത് നിന്റെ കൂടെയുള്ള ജീവിതമാണ്. നിന്റെ ഇഷ്ടം നിറവേറ്റുന്ന ജീവിതമാണ് ഏറ്റവും ഉന്നതപരമായ ജീവിതം എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ. എന്നാൽ ഞങ്ങളുടെ നിത്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ ഞങ്ങളോട് കരുണ കാണിക്കുന്ന ദൈവമാണ്. എപ്പോഴൊക്കെ ഞങ്ങൾ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചുവോ അപ്പോഴെല്ലാം ഞങ്ങൾക്ക് മറുപടി നൽകുന്ന, ഉത്തരം നൽകുന്ന ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം നടത്തുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ മാനിക്കുന്നു, ബഹുമാനിക്കുന്നു, അംഗീകരിക്കുന്നു. നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, നന്ദി പറയുന്നു. കർത്താവേ, ഇന്ന് നീ ഞങ്ങളെ അനുഗ്രഹിച്ച പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്കു വേണ്ടി ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവമേ, ഓരോ ദിനവും രാത്രിയും ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ സഹായിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ രാത്രിയിൽ നിന്റെ പരിശുദ്ധ സാന്നിധ്യത്തിൽ ഞങ്ങൾ സുരക്ഷിതരായി കിടന്നുറങ്ങുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാ ഭയവും നീക്കി നിർഭയം ഇനി മുതൽ ജീവിക്കുന്നതിന് കർത്താവേ, നിന്റെ പരിശുദ്ധ അംഗീകാരം ഞങ്ങൾക്ക് നൽകണമേ. നീ ഞങ്ങളെ സ്വീകരിക്കുന്നു, ഞങ്ങൾ അത് അറിയുന്നു. ഞങ്ങളായിരിക്കുന്ന അവസ്ഥയെ നീ സ്വീകരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. മറ്റുള്ളവരുടെ മുൻപിൽ ഞങ്ങൾ തിരസ്കരിക്കപ്പെടുമ്പോൾ കർത്താവേ, നീ മാത്രമാണ് ഞങ്ങളുടെ ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ഞങ്ങളെ സ്വീകരിക്കുന്നത്. അതിനാൽ നീ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇനി മുതൽ ജീവിക്കുന്നതിന് നിന്റെ പരിശുദ്ധിയുടെ ആത്മാവിനെ ഞങ്ങളിലേക്ക് നിക്ഷേപിക്കണമേ. കർത്താവേ, ഈ സമയം നാളത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി വേദനിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നാളത്തെ അവരുടെ സാമ്പത്തിക ആവശ്യങ്ങളെ നീ കാണണമേ. അവരുടെ വൈകാരിക ആവശ്യങ്ങളെ നീ കാണണമേ. അവരുടെ ജീവിതത്തിലെ തടസ്സങ്ങളെ നീ മാറ്റി നല്ലൊരു ദിവസം നാളെ നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായി ദുരിതപ്പെടുന്ന ഓരോരുത്തർക്കും കർത്താവേ, ഈ രാത്രിയിൽ തന്നെ അത്ഭുതകരമായി നീ അവരുടെ ജീവിതത്തിൽ ഇടപെടണമേ. ആശ്വാസവും സംരക്ഷണവും നൽകണമേ. സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരോടും സ്നേഹമായി പെരുമാറാൻ, കുടുംബാംഗങ്ങളോട് ക്ഷമിച്ച് കനിവ് തോന്നി എല്ലാവരോടും സ്നേഹമായി പെരുമാറാൻ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്റെ അനന്തമായ സ്നേഹം നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് സർവ്വ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഈ രാത്രിയിൽ നിന്റെ മക്കളായ ഞങ്ങൾ ഓരോരുത്തർക്കു വേണ്ടി നീ ശക്തമായി മധ്യസ്ഥം തേടണമേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ.
നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ അവിടുത്തെ കൃപാകടാക്ഷങ്ങളാൽ നിന്നെ അനുഗ്രഹിക്കട്ടെ, കാത്തുപരിപാലിക്കട്ടെ. ഈ രാത്രിയിൽ നിന്റെ ശരീരത്തിന് പൂർണ്ണ സൗഖ്യം നൽകി, വിടുതൽ നൽകി, സുഖനിദ്ര നൽകി നിന്നെ അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.